സംസ്ഥാനത്ത് ഇന്നലെ രാത്രി ആരംഭിച്ച മഴ പലയിടത്തും തുടരുകയാണ്. കോഴിക്കോട് കനത്ത മഴ തുടരുന്നു. ശക്തമായ മഴയിൽ പലയിടത്തും നാശനഷ്ടമുണ്ടായി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മഴക്കെടുതി നേരിടാൻ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സമീർ സി മുഹമ്മദും ടോബി ജോൺസണും വിവരങ്ങളുമായി. സമീർ, കോഴിക്കോട്ട് ഇപ്പോഴും കനത്ത മഴ എന്നതാണോ? നിലവിൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാനുള്ള വിശദാംശങ്ങൾ? അനുജ, ഇന്നലെ രാത്രി ആരംഭിച്ച മഴ തുടരുകയാണ്. പ്രധാനമായും മലയോര മേഖലയിലാണ് കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുന്നത്. ശക്തമായ മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ജില്ലയിൽ ഉണ്ട്. എന്നാൽ നഗരമേഖലയിലേക്ക് വരുമ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. ഇപ്പോൾ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ദേശീയപാതയോരങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട്. കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ജില്ലയിലെ തീരദേശവുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങൾക്ക് ജില്ലാ ഭരണകൂടം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വെള്ളം ഉയരാനുള്ള സാധ്യതയും അതുകൊണ്ട് തന്നെ അപകടങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജില്ലയിലെ തീരമേഖലയുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും ഒപ്പം തന്നെ മഴയും ഉണ്ടാകുമ്പോൾ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ അവരുടെ തൊഴിലിന് ഒരു വിധത്തിലുമുള്ള നിയന്ത്രണവുമില്ല. ജാഗ്രത പുലർത്തിക്കൊണ്ട് അവരുടെ തൊഴിലുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നഗരമേഖലയിൽ മഴയ്ക്ക് കാര്യമായ ഒരു ശമനമാണ് ഉള്ളത്. എന്നാൽ മലയോര മേഖലയിൽ ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അവിടങ്ങളിൽ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിന് ഉൾപ്പെടെ സാധ്യതയുണ്ട്. പുഴയോരങ്ങളിൽ വസിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിലവിൽ റെഡ് അലേർട്ടാണ്. മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നു. നഗര മേഖലകളിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നതാണ് സമീർ സി മുഹമ്മദ് നൽകിയ വിവരം. ഇനി കോട്ടയത്തേക്കാണ്. ടോബി ജോൺസൺ ഉണ്ട് തത്സമയം ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ടോബി, ഇന്നലെ ഒക്കെ കനത്ത മഴയായിരുന്നു കോട്ടയം ജില്ലയിൽ. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വിവരങ്ങൾ. അനുജ, ഇന്നലെ അതിശക്തമായിട്ടുള്ള മഴയാണ് പല മേഖലകളിലും പെയ്തത്. പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിലൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് റെഡ് അലർട്ടിലേക്ക് കൂടി കാര്യങ്ങൾ ജില്ല ഇന്നലെ പോയത്. എന്നാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഈ മഴയുടെ കാഠിന്യം അല്പം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെഡ് അലർട്ടിൽ നിന്നും ജില്ല മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ പെയ്ത ആ അതിശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് പല മേഖലകളിലും വെള്ളക്കെട്ടുണ്ടാകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. നിരവധി വീടുകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ, പുതുപ്പള്ളി പോലെയുള്ള മേഖലകളിലൊക്കെ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായി. അവിടെ നിന്നും നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളിലേക്കും ജില്ലാ ഭരണകൂടം കടന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 4 കുടുംബങ്ങളിൽ നിന്നും 16 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം അല്പസമയത്തിനുള്ളിൽ തന്നെ അത് വർദ്ധിക്കുമെന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ ആശങ്ക ഒഴിയുകയാണ്. പല സ്ഥലങ്ങളിലും മഴ അത്ര ശക്തമായി പെയ്യുന്നില്ല. മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്, കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. കണമല ഭാഗത്ത് ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ശബരിമല പാതയാണ്. അവിടെ അതേ സ്ഥലത്ത് തന്നെ ഇന്നും മണ്ണിടിഞ്ഞതായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി ലഭിക്കുന്നുണ്ട്. ഈ പുതുപ്പള്ളിയിലെയും ഈ കണമല ഭാഗത്തെയും പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ ജില്ലയിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാഗ്രത പാലിക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രയാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്, അവിടെയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വാഗമണിലേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ട്. അതോടൊപ്പം തന്നെ ഖനനം നിരോധിച്ചിട്ടുണ്ട്. 4-ാം തീയതി വരെയാണ് ഈ ഒരു ഉത്തരവ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അലേർട്ടിന്റെ അല്ലെങ്കിൽ മഴയുടെ കാഠിന്യം കുറയുകയാണെങ്കിൽ, യെല്ലോ അലേർട്ടിലേക്ക് മറ്റും വരികയാണെങ്കിൽ നിയന്ത്രണങ്ങളിൽ ഇളവുണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ നിലവിൽ കാര്യമായ മഴയിൽ ഒരു ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ ജാഗ്രത തുടരുകയാണ്.